ഒരു വ്യക്തി ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്കെതിരായിട്ട് നിയമ നടപടിക്ക് രാഹുലിന് പോകാനൊക്കുള്ളൂ. ശബരിമലയ്ക്ക് എതിരായിട്ട് ബദലായിട്ട് ഒരു സാധനമാണ് ഇതെങ്കിൽ അതിന് ശബരിമല ഒരു 100% സ്ട്രോങ് ആണെങ്കിൽ ഇത് 0.0005 എന്നേ ഞാൻ പറയുള്ളൂ. KPCC എടുത്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തത് ഒരു ബോഗസായ ആളിൻ്റെ പേരിലോ ഒരു ബോഗസായ പരാതിയുടെ പേരിലാണെങ്കിൽ ആ നടപടി എടുത്ത ആൾ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും. കാരണം ഇങ്ങനെ ഒരു ആരോപണം തുടർച്ചയായിട്ട് വരുന്ന അതിനകത്ത് ഒരു വാലിഡിറ്റി ഇല്ലെങ്കിൽ ഇത് ഏത് ഫോണിൽ കൂടെ വന്നു, ആരാണ് ഇത് കൂടെ റിലേ ചെയ്യുന്നത്, അവരൊക്കെ പ്രതിയാവും. അതിന് യാതൊരു സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പുതിയ പരാതികളും ആരോപണങ്ങളും ഉയർന്നിരിക്കുകയാണ്. മാങ്കൂട്ടത്തിൽ വിഷയം നേരത്തെയും നമ്മൾ ചർച്ച ചെയ്തതാണ്. പുതിയ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ചർച്ച. റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പമുണ്ട്. ജോർജ് ജോസഫ് സാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണല്ലോ. കേസ് വീണ്ടും ഇടക്കാലത്തിന് ശേഷം ശക്തമാകുകയാണോ? ഈ പുതിയ വാട്സാപ്പ് ചാറ്റും ശബ്ദ സംഭാഷണവും പുറത്തു വന്നതിനെ നിയമപരമായി സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഇത് നേരത്തെ വന്നത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തൊരു മാറ്റമൊന്നുമില്ല. നേരത്തെ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്തൊരു തെളിവില്ല. അതിനകത്ത് വാദി ആര് എന്നുള്ള കാര്യത്തിൽ, ഇതിനകത്ത് പരാതിക്കാരി ആരെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. വരട്ടെ, ഇതിനകത്ത് ഈ പറഞ്ഞ കാര്യത്തിലോട്ടൊന്നും ഒരു ഒഫൻസ് ഇല്ല. കാരണം അതിനകത്തൊരു വാദി വേണം, പ്രതി വേണം, എങ്ങനെയാണ് ആ ബന്ധമെന്ന് പറയണം. ഒരു ക്രിമിനൽ അബോർഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എവിടെ വെച്ച്, ഏത് ഹോസ്പിറ്റലിൽ വെച്ച്, ഏത് ഡോക്ടർ, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ അതില്ലാതെ ഒരു അന്തരീക്ഷത്തിൽ ഇതുപോലെ ഒരു വെടി പൊട്ടിച്ചാൽ അത് നിയമപരമായ സാധുത അതിനില്ല. സർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെയും തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഫോൺ സംഭാഷണങ്ങൾ പുറത്തു വന്നതാണ്, ചാറ്റുകൾ പുറത്തു വന്നതാണ്. അപ്പോൾ രാഹുലിനെതിരെ നിലവിലുള്ള ആരോപണങ്ങളുടെയും ഫോൺ സംഭാഷണങ്ങളുടെയും കൂട്ടത്തിലേക്ക് പുതുതായി ഒന്നുകൂടി എത്തുന്നു അല്ലെങ്കിൽ വന്നു എന്നതിനപ്പുറം എന്ത് നിയമസാധുതയാണ് ഈ തെളിവുകൾക്കുള്ളത്? ഇതിന് വേറൊരു നിയമസാധ്യതയില്ല. കാരണം ഇതിനകത്ത് ഒരു കോഗ്നിസൻസ് എടുക്കാൻ ഒരു കുറ്റം അതിനകത്ത് അന്തരീക്ഷത്തിൽ പറയുന്നുള്ള ഇത് വാദി പ്രതി അല്ലെങ്കിൽ എവിടെ വെച്ച് എങ്ങനെയെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം പറഞ്ഞെങ്കിൽ ഒരു ഒഫൻസ് നിലനിൽക്കുകയുള്ളൂ. ഇതിനകത്ത് അങ്ങനത്തെ ഒരു ഒന്നുമില്ല. ആരോപണം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറയുന്നല്ലാതെ അതിന് വലിയ പരിഗണന ഇപ്പോഴത്തെ അവസ്ഥയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം പോലീസ് നടത്താൻ സാധ്യതയുണ്ടോ? ഇപ്പോഴും ഒരു പരാതി പോലും ഇരകളിൽ നിന്ന് രാഹുലിനെതിരെ ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇല്ല. അത് രാഹുലിനെതിരെ ഒരു കൃത്യമായ ഒരു 376 റേപ്പോ അല്ലെങ്കിൽ ക്രിമിനൽ അബോർഷനോ അങ്ങനെ ഒരു ആരോപണം കൃത്യമായിട്ട് ഇതിനകത്തില്ല. അതിനകത്ത് പോലീസ് കേസെടുത്തു എന്ന് പറഞ്ഞാൽ അതിനൊരു വാദിയില്ലാതെ സോമോട്ടോ ആയിട്ട് പോലീസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനും ഒരു നിയമസാധുത ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഗർഭിണിയാകാനും ഗർഭഛിദ്രം നടത്താനും പെൺകുട്ടിയെ നിർബന്ധിച്ചത് രാഹുലാണ് എന്നാണ് ഈ പുതിയ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് എത്രത്തോളം ഗൗരവതരമാണ്? അത് തെളിഞ്ഞാൽ രാഹുലിനെതിരെ പരാതിയും ലഭിക്കുക കൂടി ചെയ്യുകയാണ് എങ്കിൽ അത് എത്രത്തോളം വലിയ കുറ്റമായിരിക്കും? ഇല്ല, ഇതിന് ഒരു നിയമ നടപടിക്ക് എടുക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിയില്ല എന്ന് തന്നെയാണ്. ഇനി അങ്ങനെ ആ പെൺകുട്ടി വന്നിട്ട് ഒരു റേപ്പിന് ആണെങ്കിൽ വിത്ത് കൺസെൻ്റ് ആണെങ്കിൽ അത് ഒട്ടും നിലനിൽക്കത്തില്ല. അത് രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ്. അപ്പോൾ വിത്ത് കൺസെൻറ്റോടുകൂടി തന്നെയാണ് അവർ തമ്മിലുള്ള ആ ബന്ധമെങ്കിൽ അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് കുറേ നാളായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കിടക്കുന്നതാണ്. അയാളെ ടാർണിഷ് ചെയ്യാനായിട്ട് അയാളുടെ ഇമേജ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെങ്കിൽ അയാൾക്ക് ഇനി അതിനെതിരായിട്ട് കേസ് കൊടുക്കാമല്ലോ. കാരണം കുറേ നാൾ കൊണ്ട് ഇങ്ങനെ ഒരു ഭീതിപ്പെടുത്തുന്നു, ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് ഒരു ഒഫൻസ് അതിനകത്ത് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. ആരോപണം ചുമ്മാ അന്തരീക്ഷത്തിൽ പറഞ്ഞാൽ അതിന് പോലീസിന് കേസെടുക്കാൻ കഴിയില്ല, നിയമപരമായിട്ട് കേസെടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് രാഹുലിൻ്റെ കാര്യത്തിൽ ഒരു നിയമസാധ്യതയ്ക്ക് സ്കോപ്പില്ല എന്ന് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ രാഹുലിനെതിരെ നേരിട്ടുള്ള ഏതെങ്കിലും പരാതി വന്നാൽ എന്ത് കേസായിരിക്കും എടുക്കാൻ സാധ്യത? ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയായിരിക്കും ആ കേസ്? അത് ആ കുട്ടിയുടെ എന്താണ് ആരോപണം ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറയുന്നല്ലേ, നമുക്കൊരു കൃത്യമായിട്ട് ഒരു ഒഫൻസ് അതിനകത്ത് റിവീൽ ചെയ്തിട്ടില്ല. നമ്മൾ വെറുതെ കിടന്ന് ഞാൻ അബോർട്ട് ചെയ്ത് കളഞ്ഞു, രാഹുൽ അതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും എടുക്കാൻ ഒക്കില്ല. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു ആരോപണം എന്നൊരു കേസ് എടുത്തു കഴിഞ്ഞാൽ എത്ര പേര് അല്ലെ രാഹുലും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കണം, അല്ലെങ്കിൽ രാഹുൽ ചിലപ്പം പറയാം ഞാനുമായിട്ടല്ല ബന്ധം, വേറെ ആൾക്കാരുമായിട്ടാണ് ബന്ധം. അങ്ങനെയെങ്കിൽ ആ ഗർഭം ഇപ്പോൾ അലസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് DNA എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്.
സാധനം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ DNA എടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ആരോപണം പറയാമെന്നല്ലാതെ അത് രാഹുലിൻ്റെ മുകളിലോട്ട് ചാർത്താം എന്നല്ലാതെ അതിലപ്പുറം ഒന്നും ഉണ്ടാകത്തില്ല. അത് കോടതി നിലനിൽക്കത്തില്ല. കാരണം ക്രിമിനൽ അബോർഷൻ നടത്തി നേരത്തെ വെളിയിൽ സാധനം പോയിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെയാണ് അതൊരു എവിഡൻസായി കൊണ്ടുവരുന്നത്? അതെല്ലാം നശിപ്പിക്കപ്പെട്ടു പോയില്ലേ? പിന്നെ അതിന് ഇവർ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കണം. അത് വിത്ത് കൺസെൻ്റ് ആണെങ്കിലും ഒട്ടും നിലനിൽക്കത്തില്ല. വിത്ത് കൺസെൻറ്റോട് ഒരു ബർത്ത് അല്ലെങ്കിൽ ഒരു ഗർഭം ധരിച്ചെങ്കിൽ അത് ആ ഗർഭത്തിന് ഉത്തരവാദി അയാളാണെങ്കിൽ വിത്ത് കൺസെൻ്റാണ്, അത് നിലനിൽക്കില്ലല്ലോ. അപ്പം നിയമപരമായി ഒത്തിരി പഴുതുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് കൃത്യമായ ഒരു ആരോപണം ഇതുവരെ വന്നിട്ടില്ല. കൃത്യമായിട്ട് വരട്ടെ, കൃത്യമായിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറേ നാളുകളായിട്ട് ഇവരിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതൊരു ഭീഷണിയുടെ സ്വരമാണ്. കേസ് നിലനിൽക്കത്തില്ലെങ്കിൽ തിരിച്ചടിക്കും ഇത്, അതിന് യാതൊരു സംശയമില്ല. കാരണം എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി രാഹുൽ മാങ്കൂട്ടമാണ് എന്ന് ആരോപിക്കുന്നയാൾ കുറേ നാളുകളായിട്ട് ഇങ്ങനെ ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു റേപ്പ് യഥാർത്ഥത്തിൽ റേപ്പാണെങ്കിൽ ആ 376 അനുസരിച്ച് കുറ്റം ചെയ്തെന്ന് വെളിവാകാം. ഇവർ തമ്മിൽ ലോഹിക്കാരാണ്, രണ്ടുപേരും തമ്മിൽ കൺസെൻറ്റോടുള്ള സെക്സാണ്. അപ്പം അത് റേപ്പ് നിലനിൽക്കത്തില്ല, അതൊന്ന്. പിന്നെ ക്രിമിനൽ അബോർഷൻ നടത്തുകയോ ഇല്ലയോ എന്നുള്ളതാണ്. അതിന് എവിഡൻസ് വേണം. അപ്പോൾ അത് എവിഡൻസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ എവിഡൻസ് നശിക്കപ്പെട്ടിരിക്കുന്നു ഉണ്ടെങ്കിൽ അപ്പം ഒരു തരത്തിലൊരു കോഗ്നിസൻസ് എടുക്കാൻ ഇപ്പം കഴിയില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനിടയിലാണല്ലോ ഇപ്പോൾ പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പരാതികൾ, ആരോപണങ്ങൾ പൊങ്ങി വന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ കളിയാകാം എന്ന് കരുതുന്നുണ്ടോ? പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പാലക്കാട്ട് രാഹുൽ സജീവമായി വരുമ്പോഴുള്ള ഈ ഒരു ആരോപണം. ഇത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു പുതിയ നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നുകൂടെ സ്ട്രെസ് കൊടുത്ത് വീണ്ടും അന്തരീക്ഷത്തിലോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ് അതിൻ്റെ ലക്ഷ്യം. ശബരിമലയ്ക്ക് എതിരായിട്ട് ബദലായിട്ട് ഒരു സാധനമാണ് ഇതെങ്കിൽ അതിന് ശബരിമല ഒരു 100% സ്ട്രോങ് ആണെങ്കിൽ ഇത് 0.00005 എന്നേ ഞാൻ പറയുള്ളൂ. അത്രയേ ഉള്ളൂ ഇതിന് ബലം. അപ്പോൾ അതിനൊരു കൗണ്ടറായിട്ട് ഇത് ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം തെളിവുകൾ പുറത്തുവിട്ട പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് വാർത്തകൾ വരുന്നുണ്ട്. തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കേസിന്റെ ഗതി മാറുമോ? കേസിന് കൂടുതൽ ബലം നൽകുമോ? അങ്ങനെയൊന്നും സംഭവിക്കും. ഇത് വളരെ ബിലേറ്റഡ്. ഇനിയൊരു പരാതി കൊടുത്താൽ വളരെ ബിലേറ്റഡ് ആണ്. കുറേ നാൾ കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം ബിലേറ്റഡ് ആയിട്ട് അതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ രാഷ്ട്രീയമാണോ, പണമാണോ, അല്ലെങ്കിൽ വിവാഹമാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരണം. പക്ഷേ ഇത് വളരെ താമസിച്ചു പോയി. ഇനി അത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഒരു ലെവലിലോട്ട് വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് കേസെടുക്കാതിരിക്കാം പോലീസ് സ്റ്റേഷനിൽ, അതേസമയത്ത് ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ പോയാൽ ക്വാഷ് ചെയ്ത് കളയും എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പുറത്തു വന്നതിന്റെ അടക്കം ശബ്ദ സംഭാഷണങ്ങളുടെ ആധികാരികത ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഈ ശബ്ദങ്ങൾ രാഹുലിൻ്റെതാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കും? അതല്ല, കേസില്ലല്ലോ, കേസ് തന്നെ ഇല്ലാതാവുമെന്ന് പറയുന്നതിന് ഇപ്പോൾ ഒരു കേസില്ല. പോലീസ് ഒരു കേസ് എടുത്തെന്ന് പറഞ്ഞാൽ അത് ഒരു നിയമപരമായിട്ട് നിൽക്കാത്ത ഒരു FIR ആണ്. വെറുതെ അന്തരീക്ഷത്തിലുള്ള ഒരാളെയും അന്തരീക്ഷത്തിലുള്ളൊരു പ്രതിയെയും വെച്ചിട്ട്, അന്തരീക്ഷത്തിലുള്ളൊരു വാദിയും അന്തരീക്ഷത്തിലുള്ളൊരു പ്രതിയെയും വെച്ചിട്ട് ഒരു കേസ് എടുക്കുക എന്ന് പറയുന്നത് പോലീസിന് അധികാരമില്ല. കാരണം അതിനകത്ത് കോഗ്നിസൻസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ അല്ലെങ്കിൽ BNS-ൽ. അത് ഇതിനകത്ത് വെളിവായിട്ടില്ല. അത് കൃത്യമായിരിക്കണം. അത് എന്ന്, എപ്പം, എവിടെ വെച്ച്, ഏത് ഹോസ്പിറ്റലിലാണ് ആ ക്രിമിനൽ അബോർഷൻ നടത്തിയത്, ആ ഗർഭത്തിന് ഉത്തരവാദി ആരാണ്. അത് തന്നെയല്ലേ രാഹുലിനെ പോലെ തന്നെ വേറെ ആൾക്കാർ ആ കുട്ടിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ടും കൂടെ ചാർത്തുമല്ലോ. അങ്ങനെ 100 ക്രിമിനൽ പ്രശ്നങ്ങൾ ഇതിനകത്ത് വരും എന്തായാലും. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് തന്നെ സംശയമില്ലേ. അത് ആരാണെന്ന് അറിയില്ല. വേറൊരാളുടെ പേര് ആരോപിക്കുന്നുണ്ടെങ്കിൽ ആ ആൾ രംഗത്ത് വരണ്ടേ. അതിനകത്ത് രാഷ്ട്രീയം തന്നെയാണ്. അതിനകത്ത് അയാളുടെ വളർച്ചയ്ക്ക് ഒരു മുരടിപ്പ് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ രാഹുൽ അത് തീർച്ചയായിട്ടും നിഷേധിക്കുന്നുണ്ട്. അത് തന്നെയല്ല, അതിനെതിരായിട്ട് നിയമ നടപടി, ഇങ്ങനെ ആരോപണം ധാരാളം വന്നുകൊണ്ടിരിക്കും. എന്ത് നിയമ നടപടി എടുക്കാനാണ്? കാരണം അതിനകത്തൊരു നിയമ നടപടി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി രംഗത്ത് വരണം. ഒരു വ്യക്തി ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിക്കെതിരായിട്ട് നിയമ നടപടിക്ക് രാഹുലിന് പോകാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് ആൾ വരട്ടെ, അന്നേരം രാഹുലിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇതിനെതിരെ നിയമപരമായി തന്നെ നീങ്ങുമെന്നാണ് രാഹുൽ വ്യക്തമാക്കിയിരിക്കുന്നത്. തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുമെന്നാണ് രാഹുൽ പറഞ്ഞത്. അപ്പോൾ രാഹുൽ എങ്ങനെയായിരിക്കും ഇതിൽ നിയമപരമായി നീങ്ങുക? ഏത് തരത്തിലാകും ഇതിനെ രാഹുൽ നേരിടാൻ പോകുന്നത്?
അതിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങൾ, ഈ ഡിജിറ്റൽ എവിഡൻസ് കൂടെ ഇതിനകത്ത് വളരെ പ്രാമുഖ്യം കൊടുക്കുന്ന വകുപ്പാണ്. കാരണം ആരുടെ ഫോണിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നത്, ആരാണ് 2-3 പ്രാവശ്യം ഇത് റിലേ ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത്, അവർ തന്നെയാണോ ഇങ്ങനെ? അപ്പോൾ ആ ആൾക്കാരും പ്രതിയാവൂലേ? കാരണം ഇങ്ങനെ ഒരു ആരോപണം തുടർച്ചയായിട്ട് വരുന്ന, അതിനകത്ത് ഒരു വാലിഡിറ്റി ഇല്ലെങ്കിൽ ഇത് ഏത് ഫോണിൽ കൂടെ വന്നു, ആരാണ് ഇത് കൂടെ റിലേ ചെയ്യുന്നത്, അവരൊക്കെ പ്രതിയാവും, അതിന് യാതൊരു സംശയമില്ല. അത് തന്നെയല്ല, ഇത് നിലനിൽക്കുന്നൊരു വകുപ്പ് ഇതിനകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്, രാഹുലിൻ്റെ ഇപ്പോഴത്തെ നിലപാട് തന്നെ ശരി. ഇതിന് പ്രതികരണം വേണ്ട, നിയമപരമായിട്ട് വരട്ടെ. അപ്പം പ്രതികരിക്കാൻ ധാരാളം ഗ്രൗണ്ടുണ്ട്. ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് അവർ പ്രതിയാകും. ആ പെൺകുട്ടിയെ പൊക്കിക്കൊണ്ടുവന്നത് ആരാണ്, അങ്ങനൊരു കുട്ടി ഉണ്ടോ, അവർ പറയുന്നത് സത്യമാണോ, അങ്ങനെയുള്ള കാര്യം. ഇതും രാഹുലുമായിട്ടുള്ള ബന്ധം എന്ത്, ഏത് രീതിയിലാണ് അത് ബന്ധം, അതൊക്കെ പരിശോധിക്കുമ്പം അതിനകത്ത് വിത്ത് കൺസെൻറ്റോടുകൂടി സമ്മതത്തോടു കൂടിയുള്ള ഒരു ലൈംഗിക ആരോപണം, ലൈംഗിക വീഴ്ചയാണെങ്കിൽ അത് നിലനിൽക്കത്തില്ല. പിന്നെ പ്രഗ്നൻ്റ് ആയാലും അത് നിലനിൽക്കത്തില്ല. ഒരു അബോർഷൻ നടത്തിയത് നിയമപരമായിട്ട് 2 പേരുടെ കൺസെൻറ്റോടുകൂടി ആണെങ്കിൽ അതും ചിലപ്പം നിലനിൽക്കത്തില്ല. അങ്ങനെ പിന്നെ എവിടെയാണ് പ്രശ്നം? അങ്ങനെ റേപ്പ് നിലനിൽക്കത്തെ, കൺസെൻ്റ് ഉള്ളതുകൊണ്ട് റേപ്പ് നിലനിൽക്കുക. അതുകൊണ്ടൊരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് വലിയ സ്കോപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. സർ, അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ തനിക്കെതിരെ വന്ന ഒരു ആരോപണമോ ശബ്ദശകലമോ വാട്സാപ്പ് ചാറ്റുകളോ പോലും രാഹുൽ ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടായിരിക്കും രാഹുൽ അത് തള്ളി പറയാതിരിക്കാനുള്ള കാരണം? ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുള്ളത് കൊണ്ടാകുമോ, അതോ കള്ളമാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ? അത് രാഹുലിനല്ലേ അറിയുള്ളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുണ്ടോ ഇല്ലെന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കാം അയാൾ എങ്ങും തൊടാതെ പോകുന്നത്. അത് തന്നെയല്ല, ഇതിനകത്ത് ഒരു നിയമ നടപടി കൗണ്ടർ എടുക്കണമെങ്കിൽ വാദി രംഗത്ത് വന്നെങ്കിൽ മാത്രമേ രാഹുലിന് ഒരു കൗണ്ടർ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഫോൾസ് അലിഗേഷൻ ആണെന്ന് തെളിഞ്ഞാൽ അവരെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടി വരും. കാരണം MLA ആയ ഒരു വ്യക്തി, അങ്ങനെ പൊതുപ്രവർത്തകനായ ഒരു വ്യക്തി, ഇത്ര ഉന്നതമായ ഒരു MLA സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി, അങ്ങർക്കെതിരായിട്ട് നിരവധി ആരോപണങ്ങൾ സ്വാഭാവികമാണ്. അങ്ങനെ വരുന്നത്, അത് രംഗത്ത് ഒരു ലീഗലായിട്ട് വരുമ്പം അവർക്ക് എന്താണ് ഇങ്ങേരുമായിട്ടുള്ള അടുപ്പം, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്, അത് വലിയ ഡാമേജാണ് അയാൾക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും പണി പാളും. അവർക്ക് നിയമ കോഗ്നിസൻസ് എടുക്കേണ്ടി വരും, നിരവധി കേസുകൾ വരും. അത് തന്നെയല്ല, അവരുടെ വ്യക്തിത്വം എങ്ങനെയായാലും വലിയ പ്രസക്തമായ ഒരു കാര്യമാണ്. അവരൊരു ഇന്നസെൻ്റ് ലേഡിയാണ്, ഇയാളെ വിശ്വസിച്ച് അങ്ങനെ ഉണ്ടെന്നൊരു ആരോപണം കൃത്യമാണെങ്കിൽ നടപടി ഉണ്ടാകാം. പക്ഷേ ആൾ രംഗത്ത് വരട്ടെ, അവരുടെ ക്യാരക്ടർ അറിയണ്ടേ, അവർ ഏത് രാജ്യത്തുള്ള ഒരു സ്ത്രീയാണെന്ന് അറിയണ്ടേ. രാഹുൽ അങ്ങനെയാണ് പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അവർ തെളിയിക്കണമല്ലോ, പോലീസ് കേസ് കൊടുക്കണമല്ലോ. പക്ഷേ സോമോട്ടോട്ട് എടുത്ത കേസിനകത്ത് യാതൊരു നിയമപരമായ ഒരു വാലിഡിറ്റി ഇല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും ഇതിനെ നേരിടാൻ പോകുന്നത്? മുൻപ് ആക്ഷേപം വന്നപ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയിരുന്നു. ഇനി എന്ത് നടപടിയായിരിക്കും ഒരുപക്ഷെ രാഹുലിനെതിരെ പാർട്ടി സ്വീകരിക്കുക? ഇനിയൊരു നടപടിക്ക് സാധ്യത കാണുന്നുണ്ടോ? ഒരു നടപടി അങ്ങനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് പുറത്താക്കി എന്നുള്ള കാര്യം, അത് തീർച്ചയായിട്ടും അത് നിയമസാധ്യതയുണ്ടോ ഇല്ലയോ, അത് രാഷ്ട്രീയപരമായ കാര്യത്തിലാണ് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതിന് നിയമസാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള വേറൊരു പ്രശ്നം. ഒരു വേഗസ് ആയിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ പുറത്താണ് അങ്ങേരെയൊക്കെ പാർട്ടിയിൽ നിന്ന് അങ്ങനെ വെളിയിലാക്കിയത് എങ്കിൽ അതിന് കൃത്യമായിട്ടൊരു നടപടി KPCC എടുത്തിട്ടുണ്ടെങ്കിൽ അതെടുത്തത് ഒരു ബോഗസായ ആളിൻ്റെ പേരിലോ ഒരു ബോഗസായ പരാതിയുടെ പേരിലാണെങ്കിൽ ആ നടപടി എടുത്ത ആൾ ഉത്തരവാദിത്വം വഹിക്കേണ്ടി വരും. അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് അവർ കൈകാര്യം ചെയ്തുകൊള്ളും. കാരണം ഇപ്പോൾ അയാളെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഒരു ഡിസിപ്ലിൻഡ് പാർട്ടിയിൽ നിന്നാണ് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് കഴമ്പില്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയമായ വലിയ തിരിച്ചടി ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോഴേ KPCC അതേപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ആൾ രംഗത്ത് വരട്ടെ, അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്നേരം പരിശോധിച്ചാൽ മതി.